ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആൻഡ്രോയിഡ് ഫോണിലുള്ള കുറച്ച് ഹിഡൻ സെറ്റിങ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഗൂഗിളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സെറ്റിങ്സിൽ കണ്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇത്. പക്ഷേ പലർക്കും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്നും അറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമതായി ഗൂഗിൾ ലെൻസ്. Ooh, what is this? Pretty. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു മഹാ സംഭവം തന്നെയാണ് എന്ന് വേണം പറയാൻ. നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ ഫീച്ചറിലേക്ക് കടക്കാം. നമ്മളൊരു പ്രൊഡക്റ്റ് കാണാനിടയായി. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വലിയ വിവരമില്ല. അതായത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമെന്നോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മുകളിൽ കാണുന്ന സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ക്യാമറ ഓപ്പൺ ആക്കും. നിങ്ങളത് കയ്യിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഞാനിതിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് എൻ്റെ കയ്യിലുള്ളൊരു സ്കാനർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇതിനെ പറ്റിയിട്ടുള്ള എന്തെല്ലാം വിവരങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണോ അതെല്ലാം അവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ലഭിച്ചു എന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഈ ഫ്രൂട്ട്സിനെ ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും അതിൻ്റെ പേര് മസ്ക് മെലൺ എന്നാണെന്നും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് മാത്രമല്ല ഏതൊരു ഐറ്റം നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും അത് ഗൂഗിളിൽ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തന്നെ. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തുകൊണ്ട് ആ പേപ്പർ ഒരു മാത്സിലെ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഹോംവർക്ക് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താഴെ കാണാം 9 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷനും താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ എഴുതിയതിനെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി മുകളിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ടു മലയാളം എന്നത്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ആകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ നിങ്ങൾക്കൊരു ലിസൺ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ചേച്ചി അത് വായിച്ചു തരുന്നതായിരിക്കും. അത്യാഗ്രഹികളായ സുഹൃത്തുക്കൾ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ 3 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. അവർ ദരിദ്രരായിരുന്നു. അവർ പണം സമ്പാദിക്കാൻ നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ കാട്ടിൽ അടുത്ത ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പേപ്പറിൽ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഴുതിയതിനെ ടൈപ്പിങ്ങിലേക്ക് മാറ്റണം, അതായത് എനിക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നോക്കിക്കൊണ്ട് കുറച്ച് സമയമെടുത്ത് ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതെടുത്ത ശേഷം നിങ്ങൾക്ക് താഴെ കാണാം കോപ്പി ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. കോപ്പി ടെസ്റ്റിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കത് എവിടേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ഞാനിവിടെ ജസ്റ്റ് ഒരു നോട്ട് പാഡ് എടുത്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് PDF ആയിക്കോട്ടെ അല്ലെങ്കിൽ JPG ആയിക്കോട്ടെ അല്ലെങ്കിൽ PNG ആയിക്കോട്ടെ ഏത് തരം ഫയലോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ ടൈപ്പിങ്ങിലേക്ക് മാറ്റാവുന്നതാണ്. നമ്പർ 2 ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി എന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സെറ്റിങ്സിൽ നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്മാർട്ട് അസിസ്റ്റൻസ് എന്ന ഫോൾഡറിൽ അത് അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിനനുസരിച്ചിട്ട് ചിലപ്പോൾ അത് മാറ്റം വരാം. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, മുകളിൽ കാണുന്ന സെർച്ചിൽ നിങ്ങൾക്ക് ഇതിനൊന്ന് ആക്സസിബിലിറ്റി ഒന്ന് എൻ്റർ ചെയ്തൊന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ വരുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ഗൂഗിൾ ലെൻസ് പോലെ തന്നെ ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫീച്ചർ നിങ്ങൾക്ക് വേണ്ടി പറയാം. സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷനുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. താഴെയായിട്ടൊരു ചിഹ്നം വന്നതായിട്ട് കാണാം, അതാണ് ഇതിൻ്റെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ട് എനിക്ക് ഈ മെനുവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചി മെട്രോ പാർക്കിന് നിരക്കുകൾ കുറച്ചു. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് 5 രൂപയും കാറുകൾക്ക് 10 രൂപയുമായിരിക്കും നിരക്ക്. പുതിയ നിരക്കുകൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും. ഇതിൽ തന്നെ ടോക്ക് ബാക്ക്, കളർ കറക്ഷൻ, മാഗ്നിഫിക്കേഷൻ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വേറെയും ഉണ്ട്.